വൈക്കത്തെ CPIയിലെ പൊട്ടിത്തെറി വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് CPI വൈക്കം മണ്ഡലം കമ്മിറ്റി. വൈക്കത്തെ CPIയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണെന്നും പലരും പാർട്ടി വിട്ടുപോകുന്നതുമായുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും CPI വൈക്കം മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ. BJPയിൽ ചേക്കേറിയ PR രജനിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണ്. നിരവധി സ്ഥാനമാനങ്ങൾ പാർട്ടി നൽകിയിട്ടും ഇവർ ഇത്തവണ തലയാളം പഞ്ചായത്ത് പ്രസിഡന്റാകാൻ വേണ്ടി സീറ്റ് ആവശ്യപ്പെടുകയും അതിനായി നിരവധി സമ്മർദ്ദങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ജനാധിപത്യപരമായി ഘടകയോഗങ്ങൾ ചേർന്നാണ് ഇവരെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. വൈക്കത്ത് മത്സരിച്ച 59ഓളം സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതും അതേ മാനദണ്ഡത്തിലാണ്. PX ബാബു 40 വർഷമായി CPIയുടെ ഒരു ഔദ്യോഗിക ചുമതലയും വഹിക്കുന്ന ആളല്ല. മക്കളായ കാസ്ട്രോ, ചെഗു, ക്ലിന്റൺ എന്നിവർക്കും പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. 2 പാർട്ടി അംഗങ്ങൾ മാത്രമാണ് തലയാഴത്ത് BJPയിൽ ചേർന്നത്. 100 കുടുംബങ്ങൾ എന്നത് പച്ചക്കള്ളമാണ്. TV പുരത്തും തലയാഴത്തും നഗരസഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട വിജയമാണ് CPI കൈവരിച്ചത്. TV പുരത്ത് 8ാം വാർഡിലുണ്ടായ തോൽവിയുടെ കാരണങ്ങൾ ഔദ്യോഗികമായി അന്വേഷിച്ചു വരികയാണ്. മറ്റു തരത്തിൽ പാർട്ടിയിൽ കുഴപ്പങ്ങളുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. പാർട്ടി നേതൃസമിതിയിലേക്ക് തികച്ചും ജനാധിപത്യപരമായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പുകൾ യഥാസമയം നടക്കുന്നത്. ആളുകൾ ചേർന്നു എന്ന് പറഞ്ഞ ഒരു വാർത്തയുണ്ടായി. ഞങ്ങളതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം അന്ന് തന്നെ നൽകിയതാണ്. അതിനകത്ത് CPIയുമായി ബന്ധപ്പെട്ട 1-2 ആളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അവിടെയുള്ള BJPക്കാരായിട്ടുള്ള ആളുകളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത് എന്ന്. CPIയിൽ നിന്ന് പോയ ആളുകൾ എന്തുകൊണ്ട് പോയി എന്ന കാര്യവും വിശദീകരിച്ചതാണ്. അതിലൊന്ന് PR രജനി എന്ന് പറയുന്ന ഒരു സഖാവാണ്. മറ്റൊന്ന് സോനീഷ് എന്ന് പറയുന്ന ഒരു സഖാവാണ്. PR രജനി പോവാനുണ്ടായ കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആ സഖാവിന് മത്സരിക്കാൻ സീറ്റ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടിയിൽ സമ്മർദ്ദം ചെലുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരഞ്ഞെടുപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് ഒരു പൊതു മാനദണ്ഡമുണ്ട്. വളരെ ജനാധിപത്യപരമായ രീതിയിലാണ് ആ തീരുമാനം നടപ്പിലാക്കുക. വസ്തുതകൾ ഇല്ലാതെയായിരിക്കെ ഏതാനും അധികാരമോഹികൾ നടത്തുന്ന പ്രചാരണങ്ങൾ വിലപ്പോകില്ലെന്നും CPI നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ CPI സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം R സുശീലൻ, വൈക്കം മണ്ഡലം സെക്രട്ടറി MD ബാബുരാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി N അനിൽ ബിശ്വാസ് തുടങ്ങിയവർ പങ്കെടുത്തു. അത്തരത്തിലെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ സംബന്ധിച്ച് പാർട്ടി സഖാക്കൾക്കിടയിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുണ്ട്. ഒരു സീറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ടത് ഞങ്ങൾക്ക് നല്ല മെജോറിറ്റിയുള്ള സ്ഥലമാണ്. അവിടെ 2 വോട്ടിൽ പരാജയപ്പെട്ടതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങൾ പാർട്ടി മണ്ഡലം കമ്മിറ്റി ചർച്ച ചെയ്ത് അതിൻ്റെ വസ്തുത പരിശോധിക്കുന്നതിന് വേണ്ടി പാർട്ടി തന്നെ ഒരു കമ്മീഷനെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളത് അത് വസ്തുത പരിശോധിച്ച് അത്തരം സംഘടനാപരമായ പോരായ്മകളോ വീഴ്ചകളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. വിഷൻ ന്യൂസ്, വൈക്കം.